ത്രിയേക ദൈവത്തിന് സ്തുതി. മെൽബൺ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ എത്രയും ബഹുമാനപ്പെട്ട വികാരി കുര്യാക്കോസ് അച്ഛൻ, വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. ലോകമെമ്പാടുമുള്ള സുറിയാനി സഭ വിശ്വാസികൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ ഭക്തി ആദരപൂർവ്വം ആഘോഷിക്കുന്നതായ ഈ വേളയിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്നതായ ഈ ധ്യാന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് കൊച്ചു ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവം ഈ ഭൂമിയിൽ നിയമിച്ചാക്കിയ ഓരോ അമ്മമാരും ഒരത്ഭുതം തന്നെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് പ്രവാചകൻ: ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന്. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തോടാണ് പ്രവാചകൻ ദൈവത്തിന് തൻ്റെ സ്വന്തം മക്കളോടുള്ള, നമ്മോടുള്ള സ്നേഹത്തെ ഇവിടെ ഉപമിച്ച് വെച്ചിരിക്കുന്നത്. ഒരു സ്ത്രീക്ക്, അമ്മയ്ക്ക് സഭയുടെയും സമൂഹത്തിൻ്റെയും വളർന്നു വരുന്ന ഓരോ യുവതി യുവാക്കന്മാരുടെയും വ്യക്തിത്വ വികാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും എല്ലാം ഉള്ളതായ പങ്ക് എത്രമാത്രം വലിയതാണെന്ന് ഈ അനേക തിരുവചന ഭാഗങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് തൻ്റെ സ്വന്തം കൈകളാൽ അതിനെ പൊളിച്ചു കളയുന്നു എന്നുള്ളത്. വേദപുസ്തകത്തിലെ അനേക തിരുവചന ഭാഗങ്ങളിലൂടെ ഒരു സ്ത്രീക്ക്, ഒരമ്മയ്ക്ക് സമൂഹത്തിൻ്റെയും സഭയുടെയും കുടുംബങ്ങളുടെയും വളർന്നു വരുന്ന തലമുറകളുടെ എല്ലാം ആത്മീയ ഉണർവിനുള്ളതായ പങ്ക് എത്രമാത്രം വലിയതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ സുറിയാനി സഭ വിശുദ്ധ ദൈവമാതാവിന് നൽകുന്നതായ പ്രാധാന്യം അത് വളരെ വലുതാണ്. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉക്കിലിയോനിൽ നാം ഇപ്രകാരം പാടിവെക്കുന്നു: ഇന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യാ ഓ ഹാലേലുയ്യാ, നിൻ വലഭാഗെ രാജഭാമിനിയും. ഇവിടെ രാജമകൾ എന്ന് പറയുന്നത്, രാജകുമാരി എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വലതുഭാഗത്ത് സകല വസ്ത്രവിഭൂഷിതയായിട്ട് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന് 34-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അനുഗ്രഹത്തിൻ്റെയും സ്വീകരണത്തിൻ്റെയും സ്ഥാനത്തെ കുറിക്കുന്ന വലതുഭാഗത്ത് അവൻ്റെ മഹിമയിൽ പങ്കുകാരിയായി സ്തുതികളോടും സ്തോത്രങ്ങളോടും കൂടെ നിൽക്കുന്നതായ ദൈവമാതാവിനെ സങ്കീർത്തനം 45 അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാർ പരിശുദ്ധ ദൈവമാതാവിനെ ഉപമിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ശ്രേഷ്ഠമായ സ്ഥാനത്തിന്, ഈ ശ്രേഷ്ഠമായ ബഹുമതിക്ക്, ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള നിൽപ്പിന് പരിശുദ്ധ ദൈവമാതാവിനെ അർഹയാക്കി തീർത്തത് തൊട്ടടുത്ത സങ്കീർത്തനത്തിൽ നാം പാടിവെക്കുന്നുണ്ട്. എന്താണ് ഈ മഹിമയ്ക്ക്, ഈ ശ്രേഷ്ഠതയ്ക്ക് പരിശുദ്ധ അമ്മയെ യോഗ്യയാക്കി തീർത്തത് എന്ന്. വീണ്ടും നാം പാടുന്നു: ഓഫീർ തങ്ക തുകിലങ്കിയണിഞ്ഞോളേ ഹാലേലുയ്യ, കേൾക്കുക നോക്കുക ചെവി ചായിക്ക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിലെ ശ്രേഷ്ഠമായ ഒരു സ്വഭാവ സവിശേഷതയാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. ഒബ്സേർവ്, ലിസൺ ആൻഡ് ഇൻക്ലൈൻ. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ, അവൻ്റെ വ്യക്തിത്വ വികാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞവ: കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ അമ്മയുടെ വലിയ സ്വഭാവ സവിശേഷതകളിൽ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം: കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. അറിയിപ്പുകാരനായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്: ഗലീലായിലെ നസ്രയത്ത് പട്ടണത്തിൽ മറിയമിൻ്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ മാലാഖ വന്ന്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ ഈ സമാധാനം എന്ത് എന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവവചനത്തോട് കേൾവിയുള്ളവളായിരുന്നു. ദൈവവചനത്തെ നോക്കിപ്പാർത്ത് ദൈവവചനത്തിന് ചെവി ചായിച്ച് അത് സംഗ്രഹിച്ച് അതിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ച മഹനീയ മാതൃകയാണ് പരിശുദ്ധ ദൈവമാതാവ്. യാക്കോബ് തൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഏതു മനുഷ്യനും കേൾപ്പാൻ ധൃതിയും പറവാൻ താമസമുള്ളവനും ആയിരിക്കട്ടെ. ഈ വചനം തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയവളാണ് പരിശുദ്ധ ദൈവമാതാവ്. പരിശുദ്ധ അമ്മ ദൈവവചനത്തോട് കേൾവിയുള്ളവളായിരുന്നു.
ദൈവവചനത്തെ നോക്കി പാർത്തവളായിരുന്നു, ദൈവവചനത്തിന് ചെവി ചായ്ച്ചവളായിരുന്നു, ദൈവവചനത്തെ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളായിരുന്നു, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവളായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് പറയുവാനായിട്ട് സാധിച്ചു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 3 സ്വഭാവ സവിശേഷതകളാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള നിൽപ്പിന് അമ്മയെ അർഹയാക്കിയത്. കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. ഒബ്സർവ്, ലിസൺ ആൻഡ് ഇൻക്ലൈൻ. കേൾവി എന്നുള്ളതാണ് ആത്മീയതയുടെ ആദ്യ പടി എന്ന് പറയുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് ദൈവവചനത്തിന് കേൾവിയുള്ളവരായി, ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തി, ദൈവവചനത്തെ നോക്കിപ്പാർത്തുകൊണ്ട് ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയായിട്ട് തീരണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൽ 17-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, വിശ്വാസം കേൾവിയാലും കേൾവി യേശുവിനെക്കുറിച്ചുള്ള വചനത്താലും വരുന്നു എന്ന്. വിശ്വാസം അത് കേൾവിയാൽ വരുന്നു. അത് കേൾക്കുക എന്ന് പറയുന്ന വലിയ സ്വഭാവ സവിശേഷതയിലൂടെ, സ്വഭാവ ഗുണത്തിലൂടെ സംഭവിക്കുന്നു. എന്തിനെക്കുറിച്ചുള്ള കേൾവി? യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്താൽ തന്നെ. പരിശുദ്ധ ദൈവമാതാവ് ദൈവവചനത്തെ കേട്ടതുപോലെ, ദൈവവചനത്തെ നോക്കി പാർത്ത് ജീവിച്ചതുപോലെ, ദൈവവചനത്തിന് ചെവി ചായ്ച്ചതുപോലെ, ദൈവവചനത്തെ സംഗ്രഹിച്ചതുപോലെ, ദൈവവചനത്തിൽ വിശ്വസിച്ച് തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അപ്രകാരമുള്ളൊരു മാറ്റത്തിന് ഈ പെരുന്നാൾ മുഖാന്തരമായിട്ട് തീരട്ടെ. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള നിൽപ്പിന് ദൈവമാതാവിനെ, പരിശുദ്ധ അമ്മയെ അത് യോഗിയാക്കി തീർത്തത്. രണ്ടാമത്തെ അമ്മയുടെ സവിശേഷത നാം വീണ്ടും പാടി വയ്ക്കുന്നുണ്ട്. നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേ ലുയ്യാവു ഹാലേ ലുയ്യാനിൻ ജനമോക്കായിക പിതൃഗ്രഹവും. നിന്റെ അഴകിനെ അരജൻ മോഹിക്കുന്നു, നിന്റെ സൗന്ദര്യത്തെ രാജാവ് ഇഷ്ടപ്പെടുന്നു. നിന്റെ സൗന്ദര്യത്തിൽ രാജാവ് സംപ്രീതനായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യത്തിൽ ദൈവം സംപ്രീതനായി, ദൈവം പ്രസാദിച്ച് കടാക്ഷിച്ച് ഇറങ്ങി വസിക്കുവാൻ കാരണമായി തീർന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ മറ്റൊരു സവിശേഷതയാണ്. അതാണ് പറഞ്ഞു വെച്ചത്, പാടി വെച്ചത്. സങ്കീർത്തനം 45:9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ തിരുവചനത്തിൽ ഇപ്രകാരം നാം പറയുന്നു, നിന്റെ ജനത്തെയും നിന്റെ സ്വന്തം ജനത്തെയും നിന്റെ പിതൃഗ്രഹത്തെയും നീ മറക്കുക എന്നുള്ളത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം അത് പരിശോധിക്കുമ്പോൾ ആ തിരുവചനം അത് വളരെ വ്യക്തമായി നമുക്ക് അമ്മയുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. വാർദ്ധക്യത്തിൽ യൂയാക്കീമിനും ഹന്നായിക്കും അസാധ്യതകളുടെ നടുവിൽ ജനിച്ച നേർച്ച പുത്രിയാണ് കൊച്ചു മറിയം എന്ന് പറയുന്നത്. മുലകുടി മാറിയ നാളിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്ന്, ദേവാലയത്തോട് ചേർന്ന്, ദൈവ ആരാധനയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വളർന്ന് വന്നു. ബാല്യകാലം കന്യക എന്ന നിലയിൽ, വിവാഹം നിശ്ചയിക്കപ്പെട്ട ഭാര്യ എന്ന നിലയിൽ, മാതാവ് എന്ന നിലയിലെല്ലാം പരിശുദ്ധ ദൈവമാതാവ് ഈ 3 നിലകളിലും ജീവിതത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചവളാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സൗന്ദര്യത്തിൽ ദൈവം ഇഷ്ടപ്പെടുവാൻ, രാജാവ് സംപ്രീതനായി തീരുവാൻ, കടാക്ഷിച്ചിറങ്ങി വസിക്കുവാൻ കാരണമായത് പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത്? സുന്ദരനാവുക, സുന്ദരിയാവുക എന്ന് പറയുന്നതെല്ലാം നമ്മൾ ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകുന്നൊരു കാര്യമാണ്. എല്ലാവരും സൗന്ദര്യ വർധന വസ്തുക്കൾക്ക് അത്രമാത്രം ചിലവഴിക്കുവാനും മടിയില്ലാത്തവരാണ്. അങ്ങനെ ആയിരിക്കുന്ന നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വലിയൊരു സത്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത്? എന്താണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്? ഏത് സൗന്ദര്യം അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയിലാണ് ദൈവം ഇറങ്ങി, ഏതൊരു വ്യക്തിയുടെ സൗന്ദര്യത്തിലാണ് ദൈവം കടാക്ഷിച്ച് പ്രസാദിച്ച് ഇറങ്ങി വസിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പത്രോസ് തൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു യഥാർത്ഥ സൗന്ദര്യം എന്താണ് എന്നുള്ളത്. അതിപ്രകാരം വായിക്കുന്നു, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, പിന്നെയോ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണമെന്ന്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്
താഴ്മയും സൗമ്യതയും വിനയവും ഉള്ളതായ ഹൃദയത്തിൻ്റെ ഉടമയായി തീരുക എന്നുള്ളതാണ് യഥാർത്ഥ സൗന്ദര്യം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് പിതാക്കന്മാർ പാടി, ലോകരിലേവൻ മറിയാമെ പോൽ താഴ്ന്നിട്ടുണ്ട് അവളോട് തുല്യം ഉന്നത പദവിയുമാരാർജിച്ചു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, ശാന്തനും വിനീതനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനിലല്ലാതെ മറ്റാരിൽ ഞാൻ കടാക്ഷിച്ച് വസിക്കുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ശാന്തതയും വിനയവും താഴ്മയും സൗമ്യതയുമുള്ള ഹൃദയത്തിൻ്റെ ഉടമയായി തീരുക എന്നുള്ളതാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ സൗന്ദര്യം ബാഹ്യമായ സൗന്ദര്യത്തിലല്ല, ഹൃദയത്തിൻ്റെ ഈ വലിയ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഈ സൗന്ദര്യത്തിൽ ദൈവം സംപ്രീതനായി തീരുവാൻ, ദൈവം പ്രസാദിക്കുവാൻ, ദൈവം ഇറങ്ങി വസിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം അത് നമുക്കൊരു മാറ്റത്തിന് കാരണമായിട്ട് തീരണം. യഥാർത്ഥത്തിൽ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ സൗന്ദര്യം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യത്തിൽ ദൈവം സംപ്രീതനായി തീർന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലാണ്. നമ്മുടെയും സൗന്ദര്യത്തിൽ ദൈവം ഇഷ്ടപ്പെടുവാനും രാജാവ് നമ്മുടെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുവാൻ തക്കവണ്ണം നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചില നല്ലതല്ലാത്ത കൂട്ടുകെട്ടുകൾ, നല്ലതല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, നല്ലതല്ലാത്ത ബന്ധങ്ങൾ, സംസർഗങ്ങളെല്ലാം നാം ഉപേക്ഷിക്കേണ്ടുന്നതായ ഒരാവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ജനത്തെയും നിന്റെ പിതൃഗ്രഹത്തെയും മറക്കുക എന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം അതുതന്നെയാണ്. ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയോട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം പറഞ്ഞു വെക്കുന്നതും ഈ വലിയ സന്ദേശമാണ്. ജീവിതത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക, സൗമ്യതയും ശാന്തതയും വിനയവും താഴ്മയുമുള്ള ഹൃദയത്തിൻ്റെ ഉടമയായി തീരുക. മാത്രമല്ല, ജീവിതത്തിൽ വിവാഹം കഴിയുന്നതുവരെയും കന്യകാജീവിതം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പരിശുദ്ധി അഭുങ്കരം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏതൊരു യുവതിയുവാക്കന്മാരുടെയും ഭാവിയുടെ അടിസ്ഥാനമാകുന്നു. എന്നാൽ ലോകത്തിൽ ഇത്രയും വിലപ്പെട്ടതായൊരു സംഗതി കുത്തഴിഞ്ഞ പുസ്തകത്തെക്കാളും കഷ്ടതരമായി അധപ്പതിച്ചിരിക്കുമ്പോൾ അനേക കുടുംബങ്ങളിൽ അസമാധാനത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും ഒക്കെ കാരണമെന്ന് പറയുന്നത് അവരുടെ വിവാഹത്തിന് മുൻപുണ്ടായതായ ക്രമക്കേടുകൾ മൂലമാണെന്ന് പലരുടെയും മനസാക്ഷികൾ വെളിപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് വളർന്നു വരുന്ന തലമുറകൾക്ക് അതൊരു മാതൃകയായിട്ട് വലിയൊരു സന്ദേശമായിട്ട് തീരട്ടെ. പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാർ വിവാഹകുദാശയുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്: വ്രതഭംഗം വരാതെ കാത്തു സൂക്ഷിച്ച വധൂവരന്മാർക്കുള്ള വിശുദ്ധ കൂദാശയാണ് വിശുദ്ധ വിവാഹം എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് ഓരോ യുവതിയുവാക്കന്മാരും തങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം പരിശുദ്ധിയോടെയും പരിശുദ്ധതയോടുകൂടിയും നിർമ്മലതയോടും കാത്തു സൂക്ഷിക്കണമെന്നുള്ളതെല്ലാം നമ്മോട് പറഞ്ഞു വെക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അധപ്പനത്തെ ഭയപ്പെട്ടുകൊണ്ട് ഏത് സാഹചര്യത്തിലും അതിൽ നിന്നും സുരക്ഷിതരായി ജീവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായിട്ട് തീരട്ടെ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ ദൈവം സംപ്രീതനായി തീർന്നതുപോലെ, രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ കടാക്ഷിച്ച് വസിച്ചതുപോലെ, പ്രസാദിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തെ, നമ്മുടെയും സൗന്ദര്യത്തിൽ രാജാവ് സംപ്രീതനായി തീരുവാൻ, പ്രസാദിക്കുവാൻ നാം ചിലതിനെയെല്ലാം മറക്കണം, ചിലതിനെയെല്ലാം ഉപേക്ഷിക്കണം. പഴയ നിയമത്തിൽ ഈ സന്ദേശം പറഞ്ഞു വയ്ക്കുന്ന അനേക ഭാഗങ്ങൾ നമുക്ക് തിരുവചനത്തിലുടനീളം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവം സോദോമിനെ അഗ്നിക്കിരയാക്കി നശിപ്പിക്കുവാനായിട്ട് തുനിയുമ്പോൾ ലോത്തിനോടും കുടുംബത്തോടും രക്ഷപ്പെടുവാനുള്ളതായ ആ കാര്യം അവരെ അറിയിക്കുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ പിറകോട്ട് നോക്കി ഉപ്പുതൂണായി പോയ കാര്യങ്ങളെല്ലാം നമുക്ക് അറിവുള്ളതാണ്. ഈ സംഭവം പറഞ്ഞു വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ പർവ്വതത്തിലാണോ സോദോമിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്നുള്ളതായ വലിയൊരു സന്ദേശം അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. വീണ്ടും നാം കാണുന്നുണ്ട് ജലപ്രളയ കാലത്തിൽ ജലത്തിൻ്റെ നിലയറിയുവാനായിട്ട് നോഹ പെട്ടകത്തിൽ നിന്നൊരു കാക്കയെ പറഞ്ഞു വിടുമ്പോൾ അത് ഭൂമിയിലേക്ക് പറന്നുപോയി. ഇത് നമ്മോട് പറഞ്ഞു വയ്ക്കുന്നതായൊരു സന്ദേശം, നീ പെട്ടകത്തിലാണോ കാക്കയെപ്പോലെ ഭൂമിയിലേക്ക് പറക്കരുതെന്നുള്ളതാണ്. വീണ്ടും മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് യഹോവയായ ദൈവം അവരെ രക്ഷിച്ച് നയിക്കുമ്പോൾ അവർ മരുഭൂമിയിൽ ദൈവത്തോട് പിറുപിറുക്കുന്നു,
മിസ്രൈമിലെ അടിമത്ത ജീവിതത്തിൽ അവർക്ക് ലഭിച്ചതായ വിലയില്ലാത്ത പല കാര്യങ്ങളെയും അവിടുത്തെ ഇറച്ചിക്കലങ്ങളെയെല്ലാം ഓർത്ത് അവർ ദൈവത്തോട് പിറുപിറുക്കുമ്പോൾ നമ്മോട് പറഞ്ഞു വയ്ക്കുന്ന സന്ദേശം ഇതാണ്: നീ കനാനിലാണോ, നീ മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങൾ മറക്കുക എന്നുള്ളത്. അറിയിപ്പുകാരനായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 62-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: കലപ്പയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണോ, പിറകോട്ട് നോക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തെ നമ്മുടെ ജീവിത സൗന്ദര്യത്തിൽ ദൈവം സംപ്രീതനായി തീരണമെങ്കിൽ, ദൈവം അതിൽ പ്രസാദിക്കണമെങ്കിൽ, രാജാവ് നമ്മുടെ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടണമെങ്കിൽ നാം ചിലതിനെയെല്ലാം മറക്കണം, ചിലതിനെയെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളത് ഒരു വലിയ സത്യമാകുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഹ 3-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിൽ പറഞ്ഞു വെച്ചു: ഞാൻ പിമ്പിലുള്ളവയെ മറന്നിട്ട് മുമ്പിലുള്ളവയിലേക്ക് ഞാൻ പായുകയും ചെയ്യുന്നു എന്ന്. നമ്മുടെ പഴയ കാലങ്ങളെ, നല്ലതല്ലാത്ത കൂട്ടുകെട്ടുകളെ, നല്ലതല്ലാത്ത സാഹചര്യങ്ങളെ, ബന്ധങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിലേക്ക് തിരിയുവാനായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളുകൾ ജീവിതം നമുക്ക് മുഖാന്തരമായിട്ട് തീരട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സൗന്ദര്യത്തെ രാജാവ് ആഗ്രഹിക്കുകയും അതിലിഷ്ടപ്പെടുകയും അതിൽ പ്രസാദിച്ച് ഇറങ്ങി വസിക്കുകയും ചെയ്യുമ്പോൾ സംഭവിച്ചതായ മാറ്റം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ യേശു കർത്താവ് ഇറങ്ങി വസിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്ന ആ സമയത്ത് പരിശുദ്ധ അമ്മയിലുണ്ടായതായ മാറ്റങ്ങൾ നമ്മുടെ എല്ലാ വ്യക്തി ജീവിതങ്ങളിലും അങ്ങനെ ഒരു മാറ്റത്തിന് അത് ഇടയാക്കി തീർക്കണം. എങ്ങനെയാണ് ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ജീവൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നത്? തൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ്, ഒരു ജീവൻ്റെ സാന്നിധ്യം ഉരുവാകുന്നുണ്ട് എന്ന് ഒരു സ്ത്രീ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിന് ഒരു മെഡിക്കൽ ടെർമിനോളജി പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: നോസിയ എന്ന് പറയുന്നതായൊരു സംഗതി. അവളുടെ ഉള്ളിൽ ഒരു ജീവൻ്റെ സാന്നിധ്യം ഉരുവാകുമ്പോൾ അവൾക്ക് ഒരു മനം മറച്ചിലുണ്ടാകും, അവൾക്ക് ഛർദിലുണ്ടാകും, അവൾക്ക് ഓക്കാനം വരും. ഇതെല്ലാം സംഭവിക്കുമ്പോഴാണ് ഒരു സ്ത്രീ തിരിച്ചറിയുന്നത് എൻ്റെ ഉദരത്തിലൊരു ജീവൻ്റെ സാന്നിധ്യം അത് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത്. ഇത് സംഭവിക്കുമ്പോൾ തന്നെ ആ സ്ത്രീയുടെ ജീവിതത്തിലൊരു മറ്റൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്താണ് ആ മാറ്റം എന്ന് പറയുന്നത്? ഇന്ന് വരെയും അവൾക്കുണ്ടായിരുന്നതായ ഇഷ്ടങ്ങൾ അവൾക്ക് ഇന്ന് ഇഷ്ടമല്ല. ഇന്നലെ വരെയും അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന പലതും അവൾക്ക് ഇന്ന് ഇഷ്ടമല്ല. ഇന്നലെ വരെയും ഇഷ്ടമുണ്ടായിരുന്ന പലതും അവളെ ഇന്ന് അതൊന്ന് മടുപ്പിക്കുന്നു. അവൾക്ക് ഇന്നലെ വരെ ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണം ഇന്ന് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇന്നലെ വരെ ഇഷ്ടമുണ്ടായിരുന്ന മണം അവൾക്ക് ഇന്ന് ഇഷ്ടമല്ലാതെ അവളെ മനംമറിച്ചിലിനും ഛർദിലിനും ഓക്കാനത്തിനും ഒക്കെ ഇടയാക്കി തീർക്കുന്നു. അവൾക്ക് ഇന്നലെ വരെ ഇഷ്ടമുണ്ടായിരുന്ന പലതും അവൾക്ക് ഇഷ്ടമല്ലാതാകുന്നതോടൊപ്പം തന്നെ അവൾക്ക് ഇന്നലെ വരെയും ഇഷ്ടമില്ലാതിരുന്ന പലതിനോടും ഇഷ്ടവും സംഭവിക്കുകയാണ്. അതാണ് പുളിമാങ്ങയോട്, മസാല ദോശയോട്, ബിരിയാണി തിന്നാൻ, ചില ആഹാരങ്ങളോടുള്ള ഇഷ്ടം. ഇതുവരെയും ഇഷ്ടമില്ലായിരുന്ന പലതിനോടും ഇപ്പോൾ ഇഷ്ടം തോന്നുന്നു. ഇതാണ് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജീവൻ്റെ സാന്നിധ്യം അത് ഉരുവാകുമ്പോൾ സംഭവിക്കുന്ന മാറ്റം പോലെയാണ് യേശു കർത്താവ്, യേശു നമ്മുടെ എല്ലാം ഉള്ളിൽ കടാക്ഷിച്ചിറങ്ങി വസിക്കുവാൻ, യേശു ക്രിസ്തു നമ്മളിൽ ഉരുവാകുവാൻ ഇടയായിട്ട് തീരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും പല മാറ്റങ്ങളും സംഭവിക്കും. എന്താണ് ആ മാറ്റങ്ങൾ? ഞാൻ ചിലതിനെയെല്ലാം ഉപേക്ഷിക്കും, ഞാൻ ചിലതിനെയെല്ലാം മറക്കും. ഇന്നലെ വരെ എനിക്കുണ്ടായിരുന്ന ചില കൂട്ടുകെട്ടുകൾ, ചില സ്വഭാവങ്ങൾ എനിക്കെന്നത് ഇഷ്ടമല്ല. ചില മദ്യപാനമായിരിക്കാം, മോശപ്പെട്ട സ്വഭാവ കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഇന്ന് എനിക്കത് ഇഷ്ടമല്ല. അതുപോലെ തന്നെ എനിക്കിഷ്ടമില്ലാതിരുന്ന പലതിനോടും ഇന്ന് എനിക്ക് ഇഷ്ടം തോന്നുന്നു. യേശു ക്രിസ്തു എന്നിൽ ഉരുവാകുമ്പോൾ പള്ളിയിൽ പോകാത്തവൻ പള്ളിയിൽ പോകുന്നു. തിരുവചനം വായിക്കാൻ താല്പര്യമൊന്നുമില്ലാത്ത ഒരു വ്യക്തി തിരുവചനത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇങ്ങനെയാണ് രാജാവ് യേശു ക്രിസ്തു ഒരുവനിൽ ഉരുവാകുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റമെന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് നമ്മുടെ സൗന്ദര്യത്തിൽ ദൈവം സംപ്രീതനായിത്തീരുവാൻ, നമ്മുടെ സൗന്ദര്യത്തെ രാജാവ് ഇഷ്ടപ്പെടുവാൻ, നമ്മുടെ സൗന്ദര്യത്തിൽ രാജാവ് ഇഷ്ടപ്പെട്ട് അതിൽ കടാക്ഷിച്ച് ഇറങ്ങി വസിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം അതിന് നമുക്കൊരു മാതൃകയായി തീരട്ടെ. 2 പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹനീയമായ സ്ഥാനത്തിന് അവളെ അർഹയാക്കി തീർത്തത്. ഒന്ന്, ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമേറിയ നിൽപ്പിനും അവളുടെ സൗന്ദര്യത്തിൽ ദൈവം ഇഷ്ടപ്പെടുവാനായിട്ടും കാരണമായി തീർന്നത് 2 കാര്യങ്ങളാണ് നാം പറഞ്ഞു വെച്ചത്. ഒന്ന്, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. ദൈവവചനത്തോട് കേൾവിയുള്ളവരായി, ദൈവവചനത്തെ ചെവി ചായിച്ച്, ദൈവവചനത്തെ സംഗ്രഹിച്ച്, ദൈവവചനത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ
ദൈവത്തിൻ്റെ വലതുഭാഗത്തുള്ള മഹനീയമായ ശ്രേഷ്ഠമായ നിൽപ്പിന് നാമും അർഹയായി തീരുകയാണ്. രണ്ടാമതായി, നമ്മുടെ സൗന്ദര്യത്തെ ദൈവം ആഗ്രഹിക്കുവാൻ, നമ്മുടെ സൗന്ദര്യത്തിൽ ദൈവം കടാക്ഷിച്ച് പ്രസാദിച്ച് വസിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണമെങ്കിൽ നിന്റെ ജനത്തെയും നിന്റെ പിതൃഗ്രഹത്തെയും മറക്കുക എന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം എൻ്റെ നല്ലതല്ലാത്ത ചില കൂട്ടുകെട്ടുകൾ, നല്ലതല്ലാത്ത ചില ജീവിത സാഹചര്യങ്ങൾ, നല്ലതല്ലാത്ത ചില ബന്ധങ്ങൾ ഞാൻ ഉപേക്ഷിക്കണം, ഞാൻ ചിലതിനെ മറക്കണം, ഞാൻ ചിലതിനെ ഉപേക്ഷിച്ച് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നത് പോലെ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുവാൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപ്പെരുന്നാൾ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം നമുക്ക് അതിന് നല്ലൊരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.